നമസ്കാരം. അതിർത്തിക്കപ്പുറത്ത് വീണ്ടും യുദ്ധഭീഷണിയുടെ ഭാഷ. എന്നാൽ ഇന്ത്യയുടെ മറുപടി പഴയതുപോലെയല്ല. വാക്കുകൾക്ക് പകരം തന്ത്രം, വികാരത്തിന് പകരം സുരക്ഷ, മുന്നറിയിപ്പിന് പകരം തയ്യാറെടുപ്പ്. സിന്ധു ജല കരാർ മുതൽ അതിർത്തി സുരക്ഷ വരെ ഇന്ത്യ സ്വീകരിക്കുന്ന ഓരോ തീരുമാനവും ഇനി ദേശീയ സുരക്ഷയുടെ കണ്ണിലൂടെ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും യുദ്ധഭീഷണി ഉയരുമ്പോൾ ദക്ഷിണേഷ്യയുടെ സുരക്ഷാ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. സിന്ധു ജല കരാറിനെ ചൊല്ലിയുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെയാണ് പാകിസ്ഥാനിലെ പ്രമുഖ നേതാവ് ബിലാവൽ ഭൂട്ടോ സർദാരി ഇന്ത്യക്കെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തുകയും എല്ലാ മേഖലകളിലും ഏറ്റുമുട്ടലിന് തയ്യാറാണ് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. ഈ പ്രസ്താവന ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ സംഘർഷഭരിതമായ അന്തരീക്ഷം വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ ഇസ്ലാമാബാദ് അവസാനിപ്പിക്കുന്നത് വരെ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെച്ചിരിക്കുമെന്ന് ഇന്ത്യ ആവർത്തിച്ചതിന് പിന്നാലെയാണ് ഭീഷണിയുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രിയും പീപ്പിൾസ് പാർട്ടി അധ്യക്ഷനുമായ ബിലാവൽ ഭൂട്ടോ സർദാരി എത്തിയത്. വെള്ളത്തെ ഒരു ആയുധമാക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ എല്ലാ തലത്തിലും യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ സജ്ജമാണ് എന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണി. പാകിസ്ഥാനിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ഇന്ത്യ സിന്ധു നദിയിലെ ജലം ആയുധമാക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിലാവൽ ആരോപിച്ചത്. നദിയുടെ മേലുള്ള അവകാശങ്ങളിൽ പാകിസ്ഥാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും ബിലാവൽ പറഞ്ഞു. പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറാണ്. സിന്ധു നദിയുടെ അവകാശങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല. നദീജലം നമുക്കെതിരെ ആയുധമാക്കാനുള്ള ശ്രമമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇന്ത്യ ആവർത്തിച്ച് സ്ഥിരീകരിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പാക് നേതാവിന്റെ പരാമർശം. സിന്ധു നദി പാകിസ്ഥാന്റെ ജീവരേഖയാണ്. പാകിസ്ഥാന്റെ ജലാവകാശം ഇല്ലാതാക്കാനുള്ള ഏത് ശ്രമവും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണിയായി കണക്കാക്കും. ഞങ്ങൾ അന്തസ്സുള്ള സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ കീഴടങ്ങലല്ല. സിന്ധു നദി വിട്ടുകൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് പാകിസ്ഥാനെ കുറിച്ച് അറിയില്ല എന്നും ബിലാവൽ വ്യക്തമാക്കി. വെള്ളം നിഷേധിക്കുന്നത് ഒരു അണുവായുധ യുദ്ധത്തിന് തുല്യമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അതിനെ നേരിടാൻ സംയുക്ത സൈനിക നീക്കം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും ബിലാവൽ ഭൂട്ടോ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ തുടർച്ചയായി പിന്തുണ നൽകുന്നതിനാൽ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കുന്നു എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് 1960 ചരിത്രപരമായ സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യ അതിർത്തി സുരക്ഷയിൽ വലിയ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. ആധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, അതിവേഗ പ്രതികരണ ശേഷി, അടിസ്ഥാന സൗകര്യ വികസനം, പ്രതിരോധ നവീകരണം എന്നിവ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണ ശേഷി വർദ്ധിപ്പിച്ചുവെന്നാണ് പ്രതിരോധ വിശകലനങ്ങൾ വിലയിരുത്തുന്നത്. അതിനൊപ്പം നയതന്ത്ര തലത്തിലും ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തി സ്വന്തം തന്ത്രപരമായ നിലപാട് കൂടുതൽ ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം കടുത്ത രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രം പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധ ശേഷിയുള്ള അയൽ രാജ്യങ്ങളാണ്. അതിനാൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നത് ദക്ഷിണേഷ്യയുടെ സമാധാനത്തെയും സാമ്പത്തിക സ്ഥിരതയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷയിൽ ഉറച്ച നിലപാടിനൊപ്പം നയതന്ത്ര ഉത്തരവാദിത്വവും ഒരുപോലെ പ്രധാനമാണ് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഭീഷണിയുടെ ഭാഷ രാഷ്ട്രീയ വേദികളിൽ കയ്യടി നേടാം. പക്ഷെ ഒരു രാജ്യത്തിന്റെ ശക്തി തെളിയിക്കുന്നത് വാക്കുകളല്ല, പ്രവൃത്തികളാണ്. ഇന്ത്യ എന്ന ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതും അതിർത്തി സംരക്ഷണത്തിലും തന്ത്രപരമായ തയ്യാറെടുപ്പിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പകൽ പോലെ വ്യക്തമാണ്. ഒരിക്കൽ ഇന്ത്യയിൽ കടന്നു കയറിയതിന് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി തന്ന മുറിവുകൾ മാഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ് ഈ വെല്ലുവിളിയെങ്കിൽ ഉത്തരം വാക്കുകൾ കൊണ്ടാവില്ല, പ്രവൃത്തി കൊണ്ടാവും ഇന്ത്യ നൽകുന്നത്.